അടുത്തത് കൃതിക കുട്ടിയാണ്. മോളെ അനദർ വെരി വെരി സ്വീറ്റ് സിംഗർ ഓഫ് ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഒരുപാട് നല്ല പെർഫോമൻസ് കൊണ്ട് നമ്മുടെ, അതായത് മോളുടെ പെർഫോമൻസിന്റെ ഏറ്റവും വലിയൊരു മുഖമുദ്ര എന്ന് പറയുന്നത് മോളുടെ ഒരു ജെനുവിനിറ്റിയാണ്. പാട്ടിൽ ഒരു വിധത്തിലുള്ള ആർട്ടിഫിഷ്യാലിറ്റിയും ഒരിക്കലും നമുക്ക് തോന്നിയിട്ടില്ല. ഓൾവേസ് യുവർ ജെനുവിൻ ടു യുവർ സിംഗിങ്. അത് യുനോ ഒരു ടെക്നിക്കാലിറ്റീസിനും അപ്പുറത്ത് ഒരു സത്യസന്ധത മോളുടെ പാട്ടിനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആസ് യുവർ ലിസണർ. റിമി കുട്ടി ഇവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വാവയാണ്. അപ്പോൾ മാർക്ക് അനൂപിന്റെ കയ്യിലാണ്. ഇന്ന് വിധി എന്തായാലും, വിധി എന്നൊന്നും പറഞ്ഞ് ഞാൻ വിഷമിപ്പിക്കുന്നില്ല, അതൊന്നും അങ്ങനെയല്ല ശരിക്കും പറയട്ടെ. ഇന്ന് മാർക്ക് എന്ത് കിട്ടിയാലും ഔട്ടായാലും ഇന്നായാലും കൃതിക കുട്ടി ഞങ്ങളുടെ ഒക്കെ മനസ്സിലുണ്ടാവും. ഇനി ഇന്നായാൽ കൂടുതൽ നല്ല നല്ല പാട്ടുകൾ പാടുക, ഔട്ടായാൽ ഇവിടുന്ന് പോയിട്ട് സ്കൂളിലെ പഠിത്തങ്ങള്, ബാക്കി സംഗീത പഠനം. ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്, അതെനിക്കറിയാം. അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാവരും ഫുൾ ഫാമിലി സപ്പോർട്ടാണ്. ഇത് കൂടുതൽ എന്ത് വേണം, ഭയങ്കര ഭാഗ്യം ചെയ്ത കുട്ടിയല്ലേ. ഇപ്പൊ ഇത്രയും റൗണ്ടിൽ തന്നെ എല്ലാവരും അറിഞ്ഞു കുട്ടീനെ അല്ലേ. ഇനി മുന്നോട്ട് എല്ലാവിധ ആശംസകളും. എന്തായാലും റിസൾട്ട്. ആൻഡ് അഗെയിൻ വലിയൊരു സർപ്രൈസ് അല്ലെങ്കിൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉണ്ണിമായയ്ക്കും കൃതികയ്ക്കും 0.75 മാർക്സിന്റെ വ്യത്യാസമാണ്. ഒരു മാർക്കിൽ താഴെ. അതാണ് ഈ കോമ്പറ്റീഷനിൽ ഏറ്റവും ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത്. ഉണ്ണിമായയ്ക്ക് കിട്ടിയത് 609.25 ആണ്. ആൻഡ് കൃതികയുടെ സ്കോർ unfortunately it's 0.75 less. .5. Sorry Mole, you are out of ITL World Junior Idol. Thank you. You were so sweet to all of us. We'll definitely miss you. മോളുടെ പാട്ടുകളും പെർഫോമൻസും പ്രസൻസും ഞങ്ങൾ മിസ് ചെയ്യും. ഏറ്റവും കൂടുതൽ അതാണ്. നമ്മുടെ യങ്ങസ്റ്റ് കണ്ടസ്റ്റൻസ് അത്ര നന്നായിട്ട് മോള് ഞങ്ങൾക്ക് വേണ്ടി പാടി, അത്ര പാഷനേറ്റ് ആയിരുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു മോളുടെ അച്ഛനമ്മയും മുത്തശ്ശിയും നല്ലൊരു സിംഗറാണ്. മുത്തശ്ശിക്കും നമസ്കാരം. ഈ ചേട്ടാ ഫ്യൂ വേർഡ്സ് ടു കൃതിക. എനിക്ക് തോന്നുന്നു എലിമിനേറ്റഡ് ആകുന്ന കണ്ടസ്റ്റൻസിൽ ഒട്ടും സങ്കടപ്പെടാൻ അർഹതയില്ലാത്ത കുട്ടിയാണ് കൃതിക എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം കൃതിക വളരെ കുട്ടിയാണ്, വളരെ കൊച്ചു കുട്ടിയാണ്. ഒരു ക്വാർട്ടർ ഫൈനൽസിന്റെ ഈ ഘട്ടത്തിൽ വരെ എത്തുക എന്ന് പറയുന്ന കൃതിക കമ്പയർ ചെയ്യുന്നത്, ഒരുപക്ഷെ കൃതികയ്ക്ക് ഇനി പോയാലും ഇവരുടെ ഒപ്പം എത്തുന്ന സമയം കൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 5 റിയാലിറ്റി ഷോകളും കൂടി പങ്കെടുക്കാം. അത്രയ്ക്ക് കുറവാണ് കൃതിയുടെ പ്രായം. അത്രയും ഇതാണ്. അത് മാത്രമല്ല, ആ പ്രായത്തെ സംബന്ധിച്ച് കൃതികയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പക്ഷെ എന്തായാൽ പോലും കൃതികയുടെ പ്രായം വെച്ചിട്ട് ഒരു കൊച്ചുകുട്ടി പാടുന്ന ഒരു കൗതുകത്തോടെ ആണ് ഞാൻ കൂടുതലും മോളുടെ പാട്ട് കേട്ടിട്ടുള്ളത്. എനിക്ക് വിചേട്ടം ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോൾ പറയാനുള്ള കാര്യം, മോളെ ഓണസ്റ്റ്ലി ഞങ്ങൾ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞപ്പോൾ മോളുടെ പേര് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ആക്ച്വലി മോള് ഇന്നാവോ ഔട്ടാവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ബിക്കോസ് യുവർ നെയിം വാസ് ഫസ്റ്റ് ഇൻ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. അവിടെ നിന്ന് മോള് ഇന്നായി യു കെയിം ടിൽ ക്വാർട്ടർ ഫൈനൽസ്, ഡിഫീറ്റിംഗ് മെനി പേഴ്സൺസ് ഹൂ വർ അഹെഡ് ഓഫ് യു. അതാണ് മോളുടെ ഏറ്റവും വലിയ സക്സസ്. ബിക്കോസ് മോളുടെ ഈ കോമ്പറ്റീഷനിൽ ഒരു പക്ഷേ ഏറ്റവും ഇംപ്രൂവ് ചെയ്ത സിംഗർ ആരാണെന്ന് വെച്ചാൽ ഐ കൻ ഈസിലി സേ ഇറ്റ്സ് യു. സോ ഓൾ ദ ബെസ്റ്റ് മോളെ. മോൾക്കുള്ള മെമെന്റോ നൽകാനായിട്ട് വിൽ കോൾ ബിജി ചേട്ടൻ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമേ കിളിമരത്തണലോരം, കളിയാടാമേ കിളിമര. ആദ്യം തന്നെ ഈശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കാൻ തന്നെ വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ എൻ്റെ ഗുരുക്കന്മാരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാരണം അവരാണ് എന്നെ ഇത്രയും ഇവിടം വരെ എത്താൻ സഹായിച്ച എൻ്റെ ഗുരുക്കന്മാരാണ്. പിന്നെ ജയ്ഹിന്ദ് TV-യിലെ ക്യാമറ ക്രൂസ് ചേട്ടന്മാർ, അഭിലാഷ് ചേട്ടൻ, ദേവദാസ് ചേട്ടൻ, ശ്രീജിത്ത് ചേട്ടൻ, മേക്കപ്പ് ചേട്ടന്മാർ, ശാലിനി ചേച്ചി, പിന്നെ ജയ്ഹിന്ദിലെ ഓർക്കസ്ട്ര, സിംഗിങ് ബേർഡ്സ് ഓർക്കസ്ട്ര ജഡ്ജസ്, മേഘന ചേച്ചി, അങ്ങനെ എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ എൻ്റെ പാരൻസ്, അവരെനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ഓക്കെ മോളെ, ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളോടും അനുഗ്രഹങ്ങളോടും കൂടി പ്ലീസ് ജോയിൻ യുവർ ഫാമിലി വിത്ത് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഓക്കെ. കണ്ണാം തുമ്പി പോരാമോ,
ഇഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ എന്നെന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ. 2 മത്സരാർത്ഥികൾ കൂടി റിസൾട്ട് അറിയാനായിട്ട് ബാക്കിയുണ്ട്. 2 മൊമെന്റോസും വെയിറ്റ് ചെയ്യാണ്. ബിൻഹ ആൻഡ് ശ്രേയസ്. 2 mementos are waiting, so the result is very clear. Thank you Shreyas, thank you Binha for being a part of the show. നല്ല കുറേ പാട്ടുകൾ നിങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചു. I said it's again a competition, so both of you don't take it bad, whatever the result might be. ബിൻഹയുടെ കഴിഞ്ഞ 6 പെർഫോമൻസസ് ആഡ് ചെയ്യുമ്പോൾ ബിൻഹയുടെ സ്കോർ 543.25, ശ്രേയസിന്റെ സ്കോർ 545.5. ബിൻഹയെക്കാളും 2.25 മാർക്ക് കൂടുതലാണ് ശ്രേയസിന്. ഇന്നത്തെ പെർഫോമൻസ് കൂടി ഉണ്ടായിരുന്നു, അതിലും വളരെ ക്ലോസ് ആയിട്ട് തന്നെ രണ്ടുപേരും പാടി. ആൻഡ് ദ റിസൾട്ട് ഈസ് ശ്രേയസ്, ഇന്നത്തെ മത്സരത്തിൽ യു സാങ് വെൽ. You could score 68 out of 100. So your net score is 613.5. I'm sorry, Mone, you're out of ITL World Junior Idol. Real sorry to say that. അസലായിട്ട് പാടി, ഒരുപാട് പാട്ടുകൾ നന്നായിട്ട് പാടി. പക്ഷെ ചില പാട്ടുകളിൽ മോന്റെ ശബ്ദം മോനെ വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യില്ല. നെവർ മൈൻഡ്, ഒരു 4 വയസ്സും കൂടി കഴിഞ്ഞ ഒരു യുവാവ് ആയിത്തീരുമ്പോൾ, ഓർ 18+, യു വിൽ മേക്ക് എ വണ്ടർഫുൾ സിംഗർ. വണ്ടർഫുൾ സിംഗർ. വിൽ ഓൾ വെയിറ്റ് ടു ലിസൺ ടു യു. ബി ചേട്ടാ. അനൂപ് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ചിലരുടെ ഫലം കിട്ടണമെങ്കിൽ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? അത് എന്നാണ് ശ്രേയസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യും. അത് ഇതേ മൈൻഡ് സെറ്റോടുകൂടി. പക്ഷെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഒരു കഴിഞ്ഞ സ്റ്റേജിനേക്കാൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞത് ഒരു ഓപ്പൺ ത്രോട്ടിൽ പാടാൻ പറഞ്ഞത് ഒരുപക്ഷെ കുറച്ചെങ്കിലും ശ്രേയസ് ചെയ്യും എന്ന് ഞാൻ കരുതി. പക്ഷെ അത് ഉണ്ടായില്ലെന്ന് എനിക്ക് ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്നാൽ പോലും ശ്രേയസ് ഭംഗിയാണ്. ഇപ്പൊ പാടിയത് പോലും, ഇപ്പൊ എലിമിനേഷൻ റൗണ്ടിൽ പാടിയത് പോലും ഏറ്റവും നല്ല ഫീലിലാണ് മോൻ പാടുന്നത്. പക്ഷെ യു ഷുഡ് ഫൈൻഡ് എ ബാലൻസ് ബിറ്റ്വീൻ ദിസ് ഫീൽ ആൻഡ് ത്രോ. ഈ ഫീല് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല മോന്റെ കാര്യത്തിൽ. കാരണം അത്രയ്ക്കധികം മോൻ അത് അത്രയ്ക്ക് ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് പാടുന്നത്. അത് മാത്രം മോൻ നോക്കിയാൽ മതി, അതുവരെ കറക്റ്റാണ്. ഓക്കെ, ഗുഡ് ലക്ക്. ഈ ചെറുപ്പത്തിൽ ഇത്ര തന്നെ അംഗീകാരം കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുക. ഒരുപാട് കാര്യങ്ങള് മോന്റെ ഒരു ശബ്ദമൊക്കെ ഒന്ന് സ്റ്റഡി ആവുമ്പോൾ, ഈ ഫീമെയിൽ വോയിസ് ഒക്കെ ഒന്ന് മാറുമ്പോൾ ശരിയാകും. മോന് ഒരുപാട് ഉള്ളില് ഏറ്റവും കൂടുതൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പഠിപ്പിച്ചാലും കിട്ടാത്തൊരു കാര്യമാണ് ഫീൽ, എക്സ്പ്രഷൻ. അത് മോന് ആവോളം ജന്മസിദ്ധമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവിധ ആശംസകളും കേട്ടോ. എല്ലാവരോടും നന്ദി പറയുന്നു. ആദ്യം തന്നെ ദൈവത്തിനോട്, പിന്നെ എൻ്റെ പാരൻസ് എന്നെ കുറേ സപ്പോർട്ട് ചെയ്തു, പിന്നെ സിംഗിങ് ബേർഡ്സ് ഓർക്കസ്ട്ര, പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അഭിലാഷ് ചേട്ടനും ദേവദാസ് ചേട്ടനും. നിലവേന്നിടം നിരങ്കാതെ നീ നിനയ്ക്കും ഇടത്തിൽ നാനില്ലേ, നിലവേ എന്നിടം നിരങ്കാതെ നീ നിനയ്ക്കും ഇടത്തിൽ നാനില്ലേ, മലരേ എന്നിടം മയങ്കാതെ നീ മയങ്ങും വകയിൽ നാനില്ലേ, നിലവേ എന്നിടം നിരങ്ങാതെ നീ നിനയ്ക്കും ഇടത്തിൽ നാ
റിസൾട്ടാണ്. അനുപേട്ട പിൻഹ, ശ്രേയസിന്റെ സ്കോർ 613.5 613.5 ആയിരുന്നു. ശ്രേയസിനേക്കാളും കഴിഞ്ഞ സ്റ്റേജ് വരെയുള്ള പെർഫോമൻസ് എടുത്തു നോക്കുമ്പോൾ ബിൻഹ 2 മാർക്കിന് പുറകിലാണ്. ഇന്നത്തെ പെർഫോമൻസ്, എലിമിനേഷൻ റൗണ്ടിലെ പെർഫോമൻസിന്റെ ഇവാലുവേഷൻ പറയുന്നതിന് മുമ്പ് മോൾക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. ബിക്കോസ് ആസ് എ ഗ്രൂമർ ഇവിടെ വരുന്ന കുട്ടികളിൽ വെച്ച് എല്ലാ പാട്ടും മാക്സിമം ക്ലോസ് ടു പെർഫെക്ഷൻ പഠിച്ചു വരുന്ന സിംഗറാണ് ബിൻഹ. ആൻഡ് യു ആർ സപ്പോർട്ടഡ് വിത്ത് എ വെരി ബ്യൂട്ടിഫുൾ സിംഗിങ്. ഞങ്ങൾക്കുള്ള ഒരു ചെറിയ സജഷൻ, മോളുടെ വാക്കുകളുടെ ഡിക്ഷൻ മാത്രം ഒന്ന് ഇംപ്രൂവ് ചെയ്യണം. അതിൽ ഉറപ്പായിട്ടും വർക്ക് ചെയ്താൽ യു വിൽ ഡെഫിനറ്റ്ലി മേക്ക് എൻ എക്സലന്റ് സിംഗർ. ബാക്കി എല്ലാം കൊണ്ടും തന്നെ ഒരുപാട് അനുഗ്രഹീതയായ ഒരു കലാകാരിയാണ്. സോ ഇന്നത്തെ നേനോമേ ഭദ്രാഛായ എന്ന ഗാനം മോള് നന്നായി പാടി. അൺഫോർച്ചുനേറ്റ്ലി യു സ്കോർഡ് വെരി വെൽ. മോളാണ് ഇന്ന് പാടിയതിൽ വെച്ച് സെക്കൻഡ് പൊസിഷൻ നേടിയത്. യു ഷെയർഡ് 75 മാർക്സ്, സെയിം ആസ് ഗ്രീഷ്മ. ബട്ട് as we know that is not enough to save you. കുറച്ച് ഇന്നത്തെ ഒരു പെർഫോമൻസിന്റെ സന്തോഷമുണ്ടെങ്കിലും മറ്റൊരു അവസരത്തിൽ തീർച്ചയായിട്ടും മോളെ വലിയൊരു സ്റ്റേജിൽ വലിയൊരു ഗായികയായിട്ട് ഞങ്ങൾ കാണും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. അതിന് മുമ്പ് ഇവിടെ സെമി ഫൈനൽസിൽ മത്സരിച്ചിട്ട് വേണം പോവാൻ. സോ പ്ലീസ് ജോയിൻ ഫാമിലി ആൻഡ് പേരൻസ്. കൺഗ്രാറ്റുലേഷൻസ് ബിൻഹ. You are in to the semi-finals of ITL World Junior Idol. Please. മോളുടെ അച്ഛന്റെ കയ്യിൽ ഒരു തോക്കുണ്ടായിരുന്നെങ്കിൽ എന്നെ വെടിവെച്ച് കൊണ്ടേ. Okay, മോളെ, please join your family and friends. എല്ലാവരുടെയും റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇനി അനുപേട്ട, നമ്മുടെ സെമി ഫൈനൽസ് ആണ്. 9 ഗായകർ, 9 അതുല്യ പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ സെമി ഫൈനൽ ഘട്ടമാണ്. അടുത്ത സ്റ്റേജ് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് 5 സ്റ്റേജുകളിലായിട്ട്, അല്ലെങ്കിൽ 5 റൗണ്ടുകളിലായിട്ടാണ് അവർ മത്സരിക്കുന്നത്. വിത്ത് ഈവൺ മോർ എനർജി, ഈവൺ മോർ കോമ്പറ്റീഷൻ ആൻഡ് ഈവൺ മോർ സ്പിരിറ്റ്. സോ wait and watch ITL World Junior Idol Season